ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ പച്ച കള്ളം പച്ച നുണയാണ് പറയുന്നത്. അപ്പൊ അത് എന്താ എന്നുള്ളതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ വന്നത്. വിഷയം ഒരു മറുപടി ഒന്നുമല്ല കേട്ടോ, മറുപടി ഒന്നുമില്ല. ചിലപ്പോൾ എന്താ അയാളുടെ പേര് എനിക്കറിയില്ല, അയാൾക്ക് നമ്മളെ കുറിച്ച് അറിയില്ലായിരിക്കും. അയാൾ പറയുന്നതുണ്ട് നമ്മൾ ആത്മീയാണെന്ന്. ആയിക്കോട്ടെ, തട്ടിപ്പാണെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. നമ്മൾ അതിനെ കുറിച്ചൊന്നും നമ്മൾ പറയുന്നില്ല. നമ്മൾ 20 കൊല്ലത്തിന്റെ അടുത്തായി നമ്മൾ ജോലിയായിട്ട് മുന്നോട്ട് പോകുന്നു. 20 കൊല്ലത്തിന്റെ ഇടയിൽ ഇന്ന് വരെ ഒരു പോലീസ് സ്റ്റേഷനിൽ കയറി ഒരാളെ കൊണ്ട് മോശമായി പറയട്ടോ. അപ്പൊ അതിൽ ആ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കുട്ടിയാന്ന് പറഞ്ഞിട്ട് ഞാൻ നടക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ തങ്ങളാണ് എന്നതിന് മുന്നേ പാസ്പോർട്ട് എടുത്തു. ഞാൻ തങ്ങളാണ് എന്നുള്ളത് എൻ്റെ ഉപ്പാക്കറിയാം, അതുപോലെ തന്നെ എൻ്റെ നാട്ടുകാർക്കറിയാം. എല്ലാവർക്കും ഞാൻ തങ്ങളാണെന്നറിയാം. പക്ഷെ എന്നെ കുറിച്ച് അറിയാത്ത ആളുകൾക്ക് മാത്രമാണ് ഞാൻ തങ്ങളല്ലാത്തത്. പിന്നെ അതിൻ്റെ പാസ്പോർട്ടാണ്. ഇതിലുണ്ട് ആറ്റക്കോയ തങ്ങളെന്ന്. ആറ്റക്കോയ തങ്ങളെന്ന് ഈ പാസ്പോർട്ടിലുണ്ട്. പിന്നെ എൻ്റെ നാട് മണ്ണാർക്കാടാണ്. മണലടി, അവിടെ ഒരുപാട് വാപ്പ ജീവിച്ചിരിക്കുന്ന കാലത്ത് 40 ചില ഏക്കർ സ്ഥലമുണ്ട്. ആ സ്ഥലം ഇപ്പൊ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ചുറ്റുപാടും ഉള്ള എല്ലാ ആധാരത്തിലും ആറ്റക്കോയത്തങ്ങളുന്നുണ്ട്. വാപ്പാന്റെ വല്യപ്പാന്റെ പേര് കോയഞ്ഞക്കോയത്തിൽ പറയുന്നുണ്ട്, സ്വർഗത്തിൽ അനുഗ്രഹം കിട്ടിയെന്ന്. ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല, ഇവരുള്ളവർക്ക് അറിയാം സ്വർഗത്തില് അനുഗ്രഹം കിട്ടുകയാണെങ്കിൽ. പിന്നെ അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ ജോലി എന്താണ്, മറ്റുള്ളവരെ കുറിച്ചിട്ട് കുറ്റം പറയാം എന്നാണ്. അപ്പൊ അതുകൊണ്ട് അതിലൊന്നും നമ്മളെന്തില്ല, എവിടെയും ഞാൻ തെളിയിക്കട്ടെ, എവിടെയെങ്കിലും ഞാൻ സ്വർഗത്തിൽ അനുഗ്രഹം കിട്ടിയെന്ന് പറയട്ടെ കേട്ടോ. പിന്നെ മൂപ്പര് നമ്മളെന്റെ നൂറ ഹബീബിന്റെ അടിമന്മാര് പോലൊരു ക്ലിപ്പ് കാണിച്ചിട്ട് പറഞ്ഞു, എന്താണ് നൂറ ഗ്രൂപ്പ് മുത്തുമണികൾ നമ്മുടെ ഗ്രൂപ്പ് ഉണ്ട്. ഇല്ല സാർ, അങ്ങനെയൊന്നുമില്ല, അങ്ങനെ ഇതില്ല. അതിലാ സ്ത്രീകൾ പറയുന്നുണ്ട്, സാറ് കേൾക്കുമ്പോൾ എനിക്കറിയില്ല. അതിൽ പറയുന്നുണ്ട് എല്ലാവരെയും അഭിസംബോധന ചെയ്യുന്നത് നൂറ ഹബീബ് എന്നാണ്, അല്ല മുത്തുമണികൾ എന്നാണ്. ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെ പറയുന്നത്, മനസ്സിലായല്ലേ? നൂറെ ഹബീബിന്റെ മുത്തുമണികൾ, അതൊരു മുത്തുമണികൾ തന്നെയാണ്. ഒരുപാട് ലക്ഷക്കണക്കിന് മുത്തുമണികളുണ്ട്, ഒരു വ്യക്തിയെ മാത്രമല്ല. അപ്പോൾ നിങ്ങൾ പറഞ്ഞു അങ്ങനത്തെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, അങ്ങനത്തെ ഗ്രൂപ്പ് ഇല്ല, അങ്ങനെ ഗ്രൂപ്പ് ഇല്ല. പിന്നെ അതിൽ പറഞ്ഞു തേന് 400 രൂപക്കാണ് വിൽക്കുന്നത്, 400 റുപ്യ എന്നുള്ള വിഷയങ്ങള് മറ്റു ചികിത്സകൾക്ക് തരുന്നില്ല. ഞാന് 25 കൊല്ലായി തുടങ്ങിയത്. അന്ന് മുതൽ ഇന്ന് വരെ എന്റെ സമ്പാദ്യം എല്ലാവർക്കും അറിയാം. ഞാനും തേന് വിൽക്കുന്നുണ്ട്. എന്തിനാ അറിയാം? എനിക്ക് സമ്പാദിക്കാനല്ല, ഒരുപാട് എത്തിയ മക്കളെ നോക്കണുണ്ട്. ഞാൻ സാറോട് കാര്യം ചോദിക്കട്ടെ, 70ഓളം പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ചു വിട്ടിട്ടുണ്ട്. അതില് ഹിന്ദു കുട്ടികളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, അതുപോലെ തന്നെ മുസ്ലിം കുട്ടികളൊക്കെ ഒരുപാടുണ്ട്. അപ്പോ 70ഓളം കുട്ടികളെ ഞാൻ കല്യാണം കഴിപ്പിച്ചു വിട്ടിട്ടുണ്ട്. ഒരാളേക്കും പോയി പിരിച്ചിട്ടില്ല. ഒരാളേക്ക് പോയിട്ട് ഞാൻ നൂറാബി തങ്ങളാണ്, ഞാൻ ഒരാളേക്ക് പിരിച്ചിട്ടില്ല സാർ. നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? നീ ഒരാൾക്ക് പോയി പൈസ പിരിച്ചിട്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? സാർ സത്യസന്ധമായിട്ട്, അതൊരു മാധ്യമപ്രവർത്തകനല്ലേ, സത്യസന്ധമായിട്ട് എന്ത് ചെയ്യണം, നിലപാടുകൾ കൊള്ളണം. നമ്മൾ നല്ലത് പറയണം. നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി കളവ് നമ്മൾ പ്രചരിപ്പിക്കുക. അപ്പോ 100 രൂപക്ക് മാത്രമേ തേൻ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. 200 രൂപക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് തേന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോളൂ? നിങ്ങൾ നമ്മളെ തെറ്റി വരി, നിങ്ങൾ ചോദ്യം ചെയ്തോളൂ. നിങ്ങൾ പറഞ്ഞത് തെറ്റാണ് സാർ, മനസ്സിലായത്? പിന്നെ എല്ലാവരും നമ്മള് നൂറെ ഹബീന് മുത്തുമണികൾ എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അഭിസംബോധന ചെയ്തത്. അത് എപ്പോഴും ഇല്ല, എപ്പോഴും നൂറെ ഹബീന് മുത്തം അങ്ങനെ തന്നെ നമ്മൾ പറയില്ല. അത് സാർ നമ്മൾ വീഡിയോ കണ്ട സാറിന് മനസ്സിലാവും കേട്ടോ. പിന്നെ സാറ് പറഞ്ഞ കുറെ പെണ്ണുങ്ങളെ വശീകരിച്ചു, ആരും വശീകരിച്ചിട്ടില്ല. എനിക്ക് നിങ്ങളോട് ചിരിച്ചിട്ട് പറയാൻ പറ്റുള്ളൂ, കാരണം നമ്മൾക്ക് മുതലായിട്ട് ചിരി മാത്രമേ ഉള്ളൂ. അപ്പോ നമ്മൾ ആരും വശീകരിച്ചിട്ടില്ല കേട്ടോ. പിന്നെ പറയുന്നുണ്ട്, ഞാന് യുനാനി ചികിത്സ ഒരു നോട്ടീസ് കണ്ടു.
അത് പല വീഡിയോസിലും ഞാൻ പല ആൾക്കാർക്ക് ഞാൻ മെയിൻറ്റ് ചെയ്യലില്ല. ഈ നോട്ടീസ് ഞാൻ നിർമ്മിച്ചതല്ല. കാരണം ഞാനൊരു യുനാനി ഡോക്ടറല്ല, എനിക്ക് വലിയ വിദ്യാഭ്യാസമില്ല.